വേരിന് ക്ഷതം പറ്റാതിരിക്കുക എന്നാണ് കുരുമുളകിൻ്റെ ഏറ്റവും വലിയ രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണം. ഈ കുരുമുളക് ചെയ്യുമ്പോൾ കുരുമുളകിൻ്റെ ചോട്ടിൽ തൂമ്പാന്ന് പറഞ്ഞ സാധനം ചെല്ലരുത്, വേര് മുറിയരുത്. വേര് വഴിയാണ് ഇതിൻ്റെ കേട് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തോട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാരണവശാലും അതിനകത്ത് തൂമ്പ ചെല്ലുന്നില്ല, ആ വേര് മുറിയുന്നില്ല. ഇനി ഇത് ഒരു 20 കൊല്ലം ഒരു 15 കൊല്ലം ആയുസുണ്ടെങ്കിൽ ആ 15 കൊല്ലം വരെ ഇതിലേക്ക് തൂമ്പ കാര്യങ്ങളൊന്നും ചെല്ലുന്നില്ല. അപ്പോൾ ഇതിന് കേടും വരില്ല. കൃഷിയിൽ വരുമ്പോൾ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സാങ്കേതികത്വം ചെയ്യേണ്ട കാര്യങ്ങൾ, പുതിയ ടെക്നിക്കുകൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത്രയും വിജയകരമായ കാര്യം വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് താഴെ വിരിക്കണമെന്ന് വെച്ചാൽ അതിന് 2 ഗുണമുണ്ട്. പുല്ല് കളയും മറ്റു കളകളൊക്കെ പറമ്പിൽ മുളയ്ക്കാതിരിക്കുക. അത് മുളയ്ക്കാതിരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട് കൊടുക്കുന്ന വളം മുഴുവൻ ആ ചെടിക്ക് കുരുമുളകിന് തന്നെ കിട്ടിക്കോളും. പിന്നെ ഇത് ഇട്ടില്ലെങ്കിൽ ഇതിനൊരു ഭീമമായ നഷ്ടമാണ് നമുക്ക് പുല്ല് പറിച്ച് സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ വന്നത്. ഈ പുല്ല് പറിക്കാനായിട്ട് ആൾ നടക്കുമ്പോഴും കട പറിക്കുമ്പോഴും പിടിക്കുമ്പോഴും ഇച്ചിരി വല്ല പുല്ലാണെങ്കിൽ ഒന്ന് കൊത്തി പറിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വേരിന് ക്ഷതം പറ്റും. വേരിന് ക്ഷതം പറ്റാതിരിക്കുക എന്നാണ് കുരുമുളകിൻ്റെ ഏറ്റവും വലിയ രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണം. അപ്പോൾ അതൊക്കെ ഈ ഷീറ്റ് വിരിക്കുന്നത് കൊണ്ട് ഒഴിവാകും. പിന്നെ ഇത് ഇത്രയും ഏരിയ ഇപ്പോൾ ഒരേക്കർ ചിരിക്കുന്നതിന് നല്ലൊരു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും. ആ ചിലവ് വന്നത് പേടിച്ചിട്ടാണ് ഇത് വേണോ എന്ന് നോക്കണം. പക്ഷേ നമ്മൾ പുല്ല് പറിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 5 പ്രാവശ്യം പുല്ല് പറിക്കേണ്ടി വരും. ഒരു 10-40,000, അതായത് 6 ആൾ ഒരാഴ്ച പറിച്ചാലാണ് ഈ പ്രദേശത്തെ പുല്ല് മുഴുവൻ തീരുള്ളൂ. അങ്ങനെ ഒരു 5 പ്രാവശ്യം പറിക്കുമ്പോൾ കാശ് എത്രയായി? കൃഷി ചെയ്യുമ്പോൾ അത് പ്രധാനം കാരണമാണ്. ഇത് ആ അറപ്പില്ലാണ്ട് കാശ് മുടക്കി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് കിട്ടും.